ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുട്ബോൾ വ്ളോഗാണ്. അല്ല, ഫുട്ബോൾ വ്ളോഗെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചുമ്മാ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. ദാറ്റ്സ് ഓൾ. ഇപ്പം ഞാൻ ഉള്ളതെന്ന് വെച്ചാൽ പാർത്ഥൻ്റെ വീട്ടിലാണ് ഗൈസ്. ഞാനുണ്ട്, പാർത്ഥനുണ്ട്, ഇനി ഒരാളും കൂടെ പിക്കപ്പ് ചെയ്യണം. അത് അനൂപ് എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അനൂപ് അമ്മ വീട്ടിലാണ്, ചെങ്ങന്നൂരാണ്. അപ്പോൾ അവിടുന്ന് അവൻ ടർഫ് കളിക്കാൻ വേണ്ടി മാത്രം ട്രെയിൻ കയറി വരുവാണ്. കമ്മിറ്റ്മെന്റ്. അതുകൊണ്ട് അത് എക്സ്പ്രസ് ഇട്ടപ്പോൾ ഞാൻ തിരിച്ചില്ല ക്യാമറ. അതിനുവേണ്ടി മാത്രം അവനെപ്പോൾ വിളിക്കാൻ പോവാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. ഞാൻ, പാർത്ഥൻ, ഇനി വരുന്നത് അനൂപ്. അപ്പം അവിടെ വെച്ച് കാണാം ഗൈസ്. ഹായ് ഗൈസ്, കുറച്ച് ഓഫ് റോഡിങ് ആണ് ഗൈസ്. റോഡ് ഉണ്ടായിരുന്നു ഇവിടെ, അത് പൊളിച്ചിട്ട് ഒന്നുകൂടെ പണിയാൻ നോക്കുകയാണ്. വേറൊരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നത് എഞ്ചിനിൽ ഫ്യൂൽ കുറവാണ്. ആ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. ആ കറഞ്ഞു വിടുക എത്ര പേരെ പോകുന്നു. നമ്മുടെ നേരെ വരുന്നു. അയ്യോ, വന്നാലും കുഴപ്പമില്ല. കൊച്ചിന്റെ മാറുന്ന പോലും ഇല്ല. കല്ലെറിക്കായിരുന്നാ മതി. ഷോക്ക് അബ്സോർബർ മാക്സിമം ഇവിടെ ടെസ്റ്റ് ആവുന്നത്. പൊളിച്ചെന്തിനാ? എടാ, അത് ടാർ ചെയ്യാൻ വേണ്ടി. ഇതേ മറ്റേ ഇത് പൈപ്പ് ലൈനാണ്, അടി കൂടെ. അതുകൊണ്ട് മണ്ടേ കൂടെ ടാർ ചെയ്യത്തില്ലായിരിക്കും. അതെന്ന് വെച്ചാൽ പൊളിച്ചിട്ട് ഒന്നും ഇടുവായിരിക്കും. മനസ്സിലായത്തെ വയലാണ്. ഇതെപ്പ എത്തും? ആ മല കയറി എത്തി. ആ മല പുതിയ റോഡിൽ കുഴി, പുതിയ റോഡിൽ ഫുൾ കുഴി. യമണ്ട ഒരു കുഴി. റെയിൽവേ സ്റ്റേഷൻ. കൊച്ചേർക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാട്ടിലാണല്ലോ ബ്രോ. ഉൾക്കാട്. ചെറിയൊരു അമളി പറ്റി. ഞാൻ ശാസ്താംകോട്ട, ഞങ്ങളും പാർത്ഥനും വിളിക്കാൻ വന്നു. ശാസ്താംകോട്ട കാണിച്ചേ. ശാസ്താംകോട്ട വിളിക്കാൻ വന്നു. പക്ഷെ അണ്ണൻ ഇറങ്ങിയത് കരുനാഗപ്പള്ളിയിലാണ്. അനൂപ് ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അണ്ണൻ ഇറങ്ങിയത് കരുനാഗപ്പള്ളിയിലാണ്. അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിച്ച് കരുനാഗപ്പള്ളിയിൽ പോട്ടെ അവനെ വിളിക്കാൻ. കരുനാഗപ്പള്ളിയിലാണ് ടർഫ്. ഞാൻ വിചാരിച്ചു ശാസ്താംകോട്ട കുറച്ചുകൂടെ അടുത്ത് അവനെ വിളിച്ചോണ്ടങ്ങ് പോകാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞില്ല, ഏത് സ്റ്റേഷനിലാണ് വരുന്നതെന്ന് പറഞ്ഞില്ല. പിന്നെ അവൻ്റെ ഫോണിലാണെങ്കിൽ പൈസ ഇല്ലായിരുന്നു എന്നെ വിളിക്കാൻ. എന്ത് ചെയ്യാൻ? കരുനാഗപ്പള്ളി പോട്ടെ ഗൈസ്. അപ്പോൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വെച്ച് കാണാം ഗൈസ്. വി ആർ അഗൈൻ ബാക്ക്. മഴ പെയ്യുന്നു ഗൈസ്, മഴ. ക്യാമറയിൽ തിരിച്ച് മഴ പെയ്യുന്നു ഗൈസ്. സ്കൂട്ടർ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഞങ്ങളിവിടെ പെട്ടിരിക്കുകയാണ്. വലിയ അമളികൾ ഇനിയും പറ്റാൻ ബാക്കി. അപ്പം ഞങ്ങൾ പെട്രോൾ അടിക്കണം, പാർത്ഥനെ വീട്ടിൽ പോകണം, അനൂപിനെ വിളിക്കണം. ഉടുപ്പ് പറഞ്ഞാൽ അനൂപിനെ വിളിക്കണം. അനൂപിനെ പോയി വിളിക്കണം. അനൂപ് കരുനാഗപ്പള്ളിക്ക് അവനവിടെ ഇരിക്കട്ടെ, പിന്നെ എപ്പോഴേലും പോയി വിളിക്കാം. മഴയെ തോഫ്റ്റ് കായാടി മുക്ക് പെട്ട് അടി. 8, 9, 10, 11, 12, 13. ഓ, പെട്രോളില്ല, മഴ കൊടുക്കും. എന്തോ തന്നോട് കൈ ഇത് കഴിഞ്ഞില്ലയോ? ഇതാണ് റെയിൽവേ സ്റ്റേഷനിലാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുവോ. ഞാനും വിചാരിച്ചു പുറത്തേക്ക് ഏട്ടാ വിളിയാനൊക്കെ അങ്ങ് റെയിൽവേ സ്റ്റേഷൻ മാറിപ്പോയി ഇറങ്ങി. ഞാൻ പറഞ്ഞു അങ്ങോട്ട്. അപ്പൊ ബുദ്ധിയില്ലാത്തവനാണോ ബുദ്ധിയില്ല. ഇനിയിപ്പോ അവനെ വിളിക്കണം, ആദ്യം പെട്രോൾ അടിക്കണം. ഇത് നല്ല ദൂരം ഉണ്ട് ഇനി കരുനാഗപ്പള്ളി പോവാൻ. അതൊരു 10-15 മിനിറ്റ് ഓടിക്കണം. പിന്നെ ആദിത്യൻ ഇറങ്ങാനുണ്ട്. വെരി ഗുഡ് ഡേ. അനു അവിടെ ഇരിക്കും 10-15 മിനിറ്റ്. പാവം വിളിച്ചത് അവിടെ സൗണ്ട് ഏത് വഴിയാണ് എത്തുവാ? ഇതൊക്കെ എത്തൂടാ, ഇതൊക്കെ നമ്മുടെ സ്ഥലമാ.
പെട്രോൾ ഉണ്ട്, കാരാണ് നമുക്ക് എത്തും. അവളെന്റെ മാത്രം നിന്റെ മാത്രം അടുത്ത മല അനുരാഗത്തിൻ പേടയിൽ മഴയായി വന്നൊരു സന്ധ്യയിൽ അകലെ നീ പാടൂ ഏറ്റവും വലിയ കിട്ടുന്ന വെച്ചാൽ ആദ്യത്തെ പോയ പെട്രോൾ പമ്പില് അവിടെ പെട്രോൾ ഇല്ലെന്ന്. പെട്രോൾ ലോക്കാണെന്ന്. എന്തൊക്കെയാ ബ്രോ, ഇന്ന് ഫുള്ള് പണിയാണ് ഗൈസ്. ആദ്യത്തെ പെട്രോൾ പമ്പ്, രണ്ടാമത്തെ പെട്രോൾ പമ്പ് തപ്പി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കില്ല. എവിടാന്ന് അറിയാം, അത് കുറച്ച് ദൂരമുണ്ട്, ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ട്. അതൊരു ഈ സാധനം ഓടണം. കാണിച്ച ഈ സാധനം അത് ഓടണം ഗൈസ്. ഓടുമെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും പണിയിട്ട് കിടക്കണേ അപ്പൊ കാണാം. ബൈ ഗൈസ്, പെട്രോൾ ഇസ് ബാക്ക്. ചെക്ക് ഇറ്റ്. ഒന്നും നോക്കിയില്ല, അടച്ചങ്ങ് ഉള്ളം കടിച്ചു. ഹലോ ഗൈസ്, ഞങ്ങൾ പിന്നെയും പാർത്തിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. എന്തൊക്കെ നടന്നെന്ന് പറഞ്ഞാൽ അനുവിൻ്റെ ട്രെയിൻ കിട്ടി. അനു ഇറങ്ങിയത് വേറെ ട്രെയിനിൽ. പിന്നെ പെട്രോൾ ഒഴിച്ചു. ആദ്യം പോയെടുത്ത് പറ്റിയില്ല, പിന്നെ രണ്ടാമത് എടുത്ത് പറ്റി. പിന്നെ നമ്മൾ സ്നാക്സ് വാങ്ങിച്ചു. ഇടയ്ക്ക് ഭയങ്കര മഴ പെയ്തു. ഞങ്ങളിപ്പോൾ തിരിച്ച് പാർത്തിന്റെ വീട്ടിലെത്തി. ഇവിടെ നിന്ന് ടർഫ് കളിക്കാൻ പോകണം. സമയം 5:15 കഴിഞ്ഞു. സത്യത്തിൽ ടർഫ് തുടങ്ങാൻ 5 മണിക്കായിരുന്നു. അപ്പം ബൈ. ഹലോ ഗൈസ്, വി ആർ ബാക്ക്. വി ഗോട്ട് ആദിത്യൻ, സൂര്യനാഥ്, പാർത്ഥൻ, അനൂപ്. ഇവിടെ അനൂപ് ദൂണ്ട്. പക്ഷേ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് തീർന്ന കേസ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ബാക്കി കണ്ടിന്യൂഷൻ കാണാമായിരുന്നു. അനുവിനെ കയ്യിൽ കാണാമായിരുന്നു. എൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞു. ഇപ്പോൾ ആദ്യത്തെ ഫോണിലാണ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. കളിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ. അല്ല, ചിലപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യത്തില്ല, ചിലപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്ന കൂടെ കാണും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബൈ ഗൈസ്.